ഹലോ ചങ്ങായീസ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. ഇത് ഈസിയാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്കാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കടായി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, ബേ ലീഫും ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ചെറിയ പീസസായി കട്ട് ചെയ്ത സ്ലൈസ് ചെയ്ത സവോള കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും ചേർത്തിട്ട് സവോള ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവോള ഏകദേശം വഴന്നു വരുന്ന സമയത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചതും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നോടും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഒരെണ്ണം ചെറിയ പീസസ് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല, അതുപോലെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് സാദാ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്തിട്ട് ആ ചിക്കനിലേക്ക് എല്ലാ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. അതായത് 1 കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അതായത് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ആദ്യം തന്നെ തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. അത് നന്നായിട്ട് തിളയൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 20-25 മിനിറ്റോളം അടച്ചു വെച്ച് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത്, ഇപ്പോൾ ഒരുപാട് ചാറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരുപാട് ചാറാക്കുന്നില്ല, നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് കുറുക്കിയാണ് എടുക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങാനീരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ നാരങ്ങാനീര് ചേർക്കുമ്പോൾ അതിനനുസരിച്ചൊരു ടേസ്റ്റ് വ്യത്യാസം, നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ചേർക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ആക്കാനായിട്ടും. ഇത് ചപ്പാത്തി, അതുപോലെ തന്നെ പൂരി, പത്തിരി തുടങ്ങിയ എല്ലാത്തിനും കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.